അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ചെരാനല്ലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് മെമ്പറും അതിലുപരി നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ നമ്മൾ കോളരിക്കൽ കുടുംബാംഗങ്ങൾക്കായി നിലകൊള്ളുന്ന നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ രാജേഷ് വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ കോളരിക്കൽ ഫാമിലി അസോസിയേഷന്റെ പ്രിയ പ്രസിഡന്റ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായ ശ്രീ ബാജി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിസി വാര്യത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി വിൻസി ഡേറിസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ 8ാം വാർഡ് മെമ്പറുമായ ശ്രീ കെ സുരേഷ് ബാബു, അസോസിയേഷന്റെ സെക്രട്ടറി ഫ്രെഡി ചേട്ടൻ, ശ്രീ സുജിൽ, സ്വാഗതം ആശംസിച്ച സുജിൽ ജസ്റ്റിൻ അടക്കമുള്ള കോളരിക്കൽ ഫാമിലി അസോസിയേഷന്റെ പ്രിയങ്കരായിട്ടുള്ള ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങള് കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടി അക്ഷമരായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരുപാട് പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ആ ഒരു ഭരണഘടനാ ദിനം നമ്മൾ റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ അതൊരു മധുരമാണ്, ഇരട്ടി മധുരമാണ്. അന്നേ ദിവസം കഴിഞ്ഞ 4 വർഷമായി കോളരിക്കൽ ഫാമിലി അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടികളും നടക്കാറുണ്ട്. ഈ 4 വർഷവും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അത് വളരെയധികം ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബങ്ങളായി നമ്മളെല്ലാവരും മാറി. ഇന്ന് വളരെ വേഗതയുള്ള ലോകമാണ്, മത്സരബുദ്ധിയാണെങ്കിൽ ആ ഒരു മത്സരബുദ്ധിയിൽ പലപ്പോഴും അണുകുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എത്രയെല്ലാം ആളുകളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു രോഗം പിടിപെട്ടാൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ പല കുടുംബ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന ഘട്ടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവിടെയാണ് ഈ ഒരു കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ നോക്കുമ്പോൾ എന്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് താങ്ങായി ഇത്രയേറെ കുടുംബങ്ങൾ, ഒരു 156 കുടുംബങ്ങൾ എനിക്ക് താങ്ങായി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെയാണ് നിങ്ങളുടെ ഈ കുടുംബത്തിൽ പിറന്നു വീണ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നു. ഇവിടെ ഒരുപാട് സഹായങ്ങൾ ഈ ഫാമിലി അസോസിയേഷന്റെ പേരിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു ആപത്ത് വന്നാൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ വിളിക്കും, ബായിച്ചേട്ട ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സഹായം അവിടെ ചെയ്യാൻ കഴിയുമോ? അപ്പോ ഉടൻ തന്നെ ബായിച്ചേട്ടനാണെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ആലോചിച്ചതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് ഏതൊരു കുടുംബത്തിനും ഏതൊരു ആവശ്യം വന്നാലും അവിടെ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സംഘടനയായിട്ട് കോളരിക്കൽ ഫാമിലി അസോസിയേഷൻ ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾക്ക് ആ ഒരു സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ആൾബലത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികത്തിലോ എന്നതിനപ്പുറം
മനുഷ്യന്റെ നന്മ തിരിച്ചറിയുക, അല്ലെങ്കിൽ മനുഷ്യന്റെ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഒരു സംഘടനയുടെ ഏറ്റവും വലിയ കരുത്തും ലക്ഷ്യവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിൽ നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കോളരിക്കൽ ഫാമിലി അസോസിയേഷന്റെ ഭാരവാഹികളോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ആ സ്നേഹവായ്പിനെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. 1-2 തെരഞ്ഞെടുപ്പല്ല, ഈ പ്രദേശത്ത് 5ാമത്തെ തവണയാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ 5 തവണയും നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി, ഒരംഗമായി, ഒരു മകനായി, സഹോദരനായി, ഒരു ബന്ധുവായി ഒക്കെ എല്ലാം എന്നെ കാണാനും നിങ്ങളുടെ എല്ലാം പിന്തുണ നൽകാനും എല്ലാം കാണിച്ച നല്ല മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവിധ നന്മകളും ഈ അസോസിയേഷന് നൽകുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.